നിപ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് കോഴിക്കോട്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് അടിയന്തര യോഗം ചേരുകയാണ്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും അടക്കം പങ്കെടുക്കുന്നുണ്ട്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനാ ഫലം ഉച്ചയ്ക്ക് 3 മണിക്ക് ലഭിക്കും. നിപ ബാധയിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വിളിച്ച യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുകയാണ്. സുനോജ് തോമസ് വിവരങ്ങളുമായി. സുനോജ്, ഇപ്പോൾ കോഴിക്കോട് അതീവ ജാഗ്രതയാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പൊതുവെ നൽകിയിട്ടുള്ളത്? ഇപ്പോൾ രോഗം ബാധിതനായ വ്യക്തി അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഇദ്ദേഹത്തിന് അധികം ആളുകളുമായി സമ്പർക്കം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണോ മനസ്സിലാക്കാനാകുന്നത്? എത്ര പേർ ഇപ്പോൾ ക്വാറന്റൈനിലുണ്ട്? സ്മൃതി, 43 വയസ്സുള്ള ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെന്റിലേറ്ററിലാണ്. മിംസ് ആശുപത്രിയിൽ നിന്ന് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഈ മാസം 30 മുതലാണ് രോഗലക്ഷണം കണ്ടത്. 8-ാം തീയതിക്കാണ് ഇദ്ദേഹം മിംസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. അതായത് ഇന്നലെ രാത്രി ആരോഗ്യമന്ത്രി പറഞ്ഞത് സമ്പർക്ക പട്ടിക വിപുലമാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ രോഗിയെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നു അങ്ങനെ കൂടുതൽ സമ്പർക്ക പട്ടിക വരാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുന്നു. ഏതായാലും കോഴിക്കോട് ജില്ലയിലുള്ള അവലോകന യോഗം പൂർത്തിയായിട്ടുണ്ട്. തീരുമാനങ്ങളൊക്കെ തന്നെ ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്തെ യോഗത്തിന് ശേഷം വിശദീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ നിമിഷം വരെ കണ്ടെയ്ൻമെന്റ് സോണിന്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഏറ്റവും അടുത്ത സമ്പർക്ക പട്ടികയിൽ വന്ന ഭാര്യയും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ വീടുകളിലാണ് ക്വാറന്റൈനിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബാക്കി സമ്പർക്ക പട്ടികയിൽ വന്ന ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ വകുപ്പുള്ളത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് ഉൾപ്പെടെ തയ്യാറാക്കാനുള്ള ശ്രമത്തിലും ആരോഗ്യ വകുപ്പുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ആരോഗ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്യും. മലപ്പുറം ജില്ലയിലെ വാഴൂർ പുതുക്കാടുള്ള ഗോഡൌണിൽ ഇദ്ദേഹം വൃത്തിയാക്കാൻ വേണ്ടി പോയിരുന്നു. ഒറ്റയ്ക്കാണ് പോയതെന്ന് പറയുന്നു. അതിനുശേഷം 30-ാം തീയതി മുതലാണ് ഇദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ കാണുകയും ചെയ്തിരിക്കുന്നത്. സ്മൃതി, ശരി. സുനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.